അങ്ങനെ നമ്മൾ നമ്മുടെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ ഓരോ ടീമിനെയും ടാക്ടിക്കൽ പരമായി നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നതിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഈ സീരീസിലെ. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്പാനിഷ് നാഷണൽ ടീമിനെ കുറിച്ചാണ്. നമുക്കത് പറയുന്നതിന് മുമ്പ് തന്നെ ആദ്യം ഒരു കോച്ച് ആരാണെന്ന് നോക്കണം. കോച്ച് മറ്റാരുമല്ല, ലൂയിസ് ഡിലാ ഫ്യുവന്റെ. പുള്ളിയാണ് സ്പാനിഷ് ടീമിന്റെ ഇപ്പോഴത്തെ പരിശീലകൻ. പുള്ളി കുറച്ച് കൊല്ലങ്ങളായി യൂത്ത് ടീമിനെയും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് പ്ലേയേഴ്സിനെയും ഒത്തിണക്കിക്കൊണ്ട് ഒരു മിക്സഡ് ലൈനപ്പാണ് ഇപ്പോഴും താരം ഇറക്കാറ്. അത് തന്നെ വേൾഡ് കപ്പിലും പുള്ളി ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായി റയൽ മാഡ്രിഡിൽ നിന്ന് ഒരു താരങ്ങൾ പോലും ഇല്ലാതെ സ്പാനിഷ് നാഷണൽ ടീം വേൾഡ് കപ്പ് കളിക്കാൻ ഇറങ്ങുന്നു. ഇറ്റ്സ് അൺബിലീവബിൾ. വമ്പന്മാരായ റയൽ മാഡ്രിഡിൽ ഒരു പ്ലെയറെ പോലും സെലക്ട് ചെയ്തിട്ടില്ല കോച്ച്. എന്നാൽ ചിരവൈരികളായി ബാർസലോണയിൽ നിന്ന് 8 പ്ലെയേഴ്സിനെയാണ് വേൾഡ് കപ്പ് സ്ക്വാഡിൽ 26 അംഗ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സംതിങ് ഫിഷി. എന്തായാലും വേൾഡ് കപ്പിൽ സ്പെയിൻ നന്നായി പെർഫോം ചെയ്തില്ലെങ്കിൽ അതിന്റെ പഴി മൊത്തം കോച്ചിന് റയൽ മാഡ്രിഡ് ഫാൻസിന്റെ ഭാഗത്തുനിന്ന് കിട്ടും എന്നുള്ളതിന് ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് കോച്ചിന് ഇത് രണ്ടും കൽപ്പിച്ച് കളിക്കേണ്ട ഒരു വേൾഡ് കപ്പാണ്. എന്ത് വില കൊടുത്തും ഈ വേൾഡ് കപ്പിൽ നല്ലൊരു പൊസിഷനിൽ സ്പെയിൻ എത്തിച്ചേ പറ്റും. അപ്പൊ നമുക്ക് ആ ഒരു മികച്ച സ്ക്വാഡ് ഡെപ്തുള്ള സ്ക്വാഡിനൊന്ന് പരിചയമുണ്ട്. ആദ്യം നമുക്ക് ഗോൾ കീപ്പേഴ്സ് മേഖലയിലേക്ക് തന്നെ പോവാം. ഗോൾ കീപ്പർമാരായിട്ട് 3 പേരാണുള്ളത്. അതിൽ ഒന്നാമത്തെ താരം ഉനായ് സൈമൺ. കഴിഞ്ഞ യൂറോ കപ്പിലും ഒക്കെ താരം മിന്നും ഫോമിലാണ്. എപ്പോഴും ഫസ്റ്റ് ലെവലിൽ സ്ഥാനം പിടിച്ചിരുന്ന ഒരു ഗോൾ കീപ്പറാണ്. താരത്തിന് തന്നെ ഇറക്കാനാണ് ചാൻസ്. പക്ഷെ പ്രീമിയർ ലീഗ് വിന്നറായ ഡേവിഡ് റയ അപ്പുറത്ത് സെക്കൻഡ് ഗോൾ കീപ്പർ ആയിട്ടിരിക്കേണ്ട താരത്തിന് ചിലപ്പോൾ ലോകകപ്പിൽ പ്രൊമോഷൻ കിട്ടിയേക്കാം എന്നും പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതിൽ ആരിറക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പില്ല. പിന്നെയുള്ളത് യോവാൻ ഗാർഷ്യ. ഈ 3 ഗോൾ കീപ്പേഴ്സാണ്. ഇതിലും മികച്ചൊരു ഗോൾ കീപ്പിംഗ് യൂണിറ്റ് വേറൊരു രാജ്യത്തിനും ഈ ലോകകപ്പിൽ ഇല്ല. അത് തന്നെ അങ്ങനെ വേണം പറയാൻ. കാര്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അത്രയും മികച്ച ഗോൾ കീപ്പിംഗ്. ഡേവിഡ് റയ ഒക്കെ മിന്നും സേവാണ് ആർസണലിന് പ്രീമിയർ ലീഗ് നേടിക്കൊടുത്തത്. അതുപോലെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എത്തിച്ചതും ഡേവിഡ് റയയുടെ കരങ്ങളാണ്. അത് മറക്കരുത്. അപ്പൊ നമുക്ക് നോക്കാം കോച്ച് ആരെയായിട്ട് ഇറക്കാം. ഉണ്ണായി സൈമിനെയാണോ അതോ ഡേവിഡ് റയനാണ്? അപ്പൊ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് സേഫ് ആണ്. അപ്പൊ നമുക്കിനി റൈറ്റ് ബാക്കിലേക്ക് ഒന്ന് ആദ്യം നോക്കാം. റൈറ്റ് ബാക്കിൽ അവൈലബിൾ ആയിട്ടുള്ള പെഡ്രോ പോറോ, ടോട്ടനം ഹോട്ട്സ്പറിന്റെ താരമാണ്. ടോട്ടനം ഈ സീസണിൽ മോശം പെർഫോമൻസ് ആയിരുന്നെങ്കിലും പെഡ്രോ പോറോ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ സെലക്ഷനിൽ ആർക്കും ഒരു കുറ്റം പറയാൻ പറ്റുക ഒരു മികച്ച കളിക്കാരനാണ്. സ്പീഡി പ്ലെയർ ആണ്. നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാനും വിങ്ങി കൂടെ ഓടിക്കയറാനൊക്കെ ഉള്ള ഒരു കഴിവുള്ള ഒരു താരമാണ്. താരത്തിന് സബായിട്ടുള്ളത് മാർക്കോസ് ലോറന്റെ, അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ പ്ലെയറാണ്. കൊല്ലങ്ങളായി അത്ലറ്റിക്കോ മാഡ്രിഡിനെ കളിക്കുന്ന ഒരു പ്ലെയറാണ് ലോറന്റെ. അപ്പോൾ അവിടെയും റൈറ്റ് ബാക്ക് പൊസിഷൻ സേഫാണ് സത്യം പറഞ്ഞാൽ. സ്പെയിനെ സംബന്ധിച്ച് നല്ലൊരു മികച്ച 2 ടീമുകൾ കളിക്കുന്ന 2 നല്ല റൈറ്റ് ബാക്കുകൾ അവൈലബിൾ ആണ്. ഇനി ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ നമ്മൾ നോക്കുമ്പോൾ ഒന്ന് മാർക്കസ് കുക്കുറയ, പറയേണ്ട ആവശ്യമില്ല, ചെൽസിയുടെ പ്ലെയറാണ്. ചെൽസിക്ക് വേണ്ടി മനോഹരമായ ഒരു സീസൺ ഒന്നല്ല പുള്ളി കാഴ്ചവെച്ചിരിക്കുന്നത്. എന്നിരുന്നാലും പുള്ളിയുടെ റോള് പുള്ളി നല്ല രീതിയിൽ ചെൽസിയിൽ നടത്തിയിട്ടുണ്ട്. ചെൽസി വിജയിക്കുന്നില്ല എന്നത് പറയുമ്പോൾ ടീമിന്റെ മൊത്തത്തിലും കോച്ചിങ്ങിന്റെ ഒക്കെ ഒരു പ്രശ്നമാണ്, മാനേജ്മെന്റിന്റെ പ്രോബ്ലമാണ്. പുള്ളിയുടെ സൈഡിൽ നോക്കുമ്പോൾ പുള്ളിയുടെ പെർഫോമൻസ് ഒരു മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഏറ്റവും നല്ലൊരു റൈറ്റ് ബാക്കിനും കൂടിയും സ്പെയിനിൽ ലഭിച്ചിരിക്കുകയാണ് കുക്കറയ. അപ്പൊ നമുക്കതൊരു മികച്ചൊരു ഓപ്ഷനാണ്. കുക്കറയ്ക്ക് സബായിട്ടുള്ളത് ഗ്രിമാൾഡോ ആണ്. താരത്തിന് ഇറങ്ങാൻ ചാൻസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുക്കറയ 90 മിനിറ്റ്സ് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. അപ്പോൾ ഗ്രിമാൾഡോക്ക് പിന്നെ ഒരു ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കിലാണ് ഇത്തിരി ഒരു വീക്ക്നെസ് ഉള്ളത്. കാരണം കുക്കറയ്ക്ക് ഒരു സബ് അത്ര നല്ലൊരു പ്ലെയർ അല്ല എന്നതാണ് അവിടെ ഒരു ഇഷ്യൂ വരുന്നത്. ഇനി നമുക്ക് സെൻട്രൽ ബാക്ക് പൊസിഷൻസ് എടുത്ത് നോക്കാം. സെൻട്രൽ ബാക്കായിട്ട് 4 പേരെയാണ് കോച്ച് ടീമിലേക്ക് എടുത്തിരിക്കുന്നത്. ആദ്യത്തെ ലെവലിൽ ചാൻസ് ഉള്ളത് എമറിക് ലപ്പോർട്ടെ. നമുക്കറിയാം താരം ഇപ്പോൾ മികച്ച ഫോമിൽ ലപ്പോർട്ടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലപ്പോർട്ടയ്ക്ക് തന്നെയായിരിക്കും ഫസ്റ്റ് ലെവലിൽ ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ലപ്പോർട്ടെ അത്ലറ്റിക് ക്ലബിന് വേണ്ടി അത്ര നല്ല രീതിയിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം ഫസ്റ്റ് ലെവലിലെ ആൾക്കാണോ ചാൻസ് കിട്ടാൻ. പിന്നെ ഉള്ളത് പാവു കുർബാസി, ബാർസലോണയുടെ താരം. കുർബാസി ഞാൻ പിന്നെ അധികം പറയേണ്ട ആവശ്യമില്ല. ബാർസലോണയുടെ വിന്നിംഗ് ടീമിലെ ഏറ്റവും നല്ല പ്ലെയർ ആയിട്ട് നല്ല മികച്ച ഫോമിൽ കളിക്കുന്ന താരം. അപ്പോൾ ആ പൊസിഷൻ സേഫാണ്. ഇനി ഇവർക്ക് സബായിട്ട് റിക് ഗാർഷ്യ, ബാർസലോണയുടെ മറ്റൊരു താരം. പിന്നെ മാർക്ക് പുബിന് ചാൻസ് കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം മറ്റു 3 പേര് അവർ തന്നെ ടോപ്പ് ഡിഫൻഡേഴ്സാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പക്ഷെ അവരൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് കുറവുള്ള സെൻട്രൽ ബാക്കുകളാണ്. സെൻട്രൽ ബാക്ക് മാത്രമല്ല, മൊത്തത്തിലെടുത്താലും കുക്കറയെ വെച്ച് ബാക്കി എല്ലാവർക്കും ഹൈറ്റ് കുറവുള്ളവരാണ്. അതൊരു ഏരിയൽ ബോൾ വരുമ്പോൾ എയർ ബോളിലൊക്കെ എത്രത്തോളം അത് ലോകകപ്പിൽ എതിർ ടീം ആ വീക്ക്നെസ് മുതലെടുക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വരെ ഡിഫൻസിലെ. ഇനി നമ്മൾ മിഡ്ഫീൽഡിലേക്ക് കിടക്കാണ്. സ്പെയിൻ്റെ
യന്ത്രം, വജ്രായുധം മിഡ്ഫീൽഡാണ്. അവിടെ ആരൊക്കെയുണ്ട് നോക്കാം. അവർ ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ കൊല്ലങ്ങളായി കളിക്കുന്ന ഒരു താരമാണെന്ന് റോഡ്രി, മാഞ്ചസ്റ്റർ സിറ്റിയിലെ പെപ്പിന്റെ വിശ്വസ്ത ഡിഫൻസീവ് മിഡ്ഫീൽഡർ. അപ്പൊ ഇനി ഞാൻ അതിൽ കൂടുതലൊന്നും ഇനി പുള്ളിയെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ഓപ്ഷൻ മാർട്ടിൻ സുബമിറ്റി. ആളെ കുറിച്ച് പറഞ്ഞേ പറ്റുമോ? അർസനലിന്റെ ഈ സീസണിലത്തെ ടോപ്പ് സൈനിങ്ങുകളൊന്നും, ടോപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലെവൽ സൈനിങ്. പുള്ളിയുടെ ഒരു പെർഫോമൻസ് എല്ലാ കളി ഫസ്റ്റിലുമുള്ള അറ്ററ്റ പുള്ളി ഇറക്കിയിരുന്നു. അതിന്റെ ബലത്തിലാണ് അർസനൽ മിഡ് അടക്കി വാണിയിരുന്നത്. റൈസിന്റെ ഒപ്പം മികച്ച കൂട്ടുകെട്ടാണ് മാർക്ക് സുബിമെന്റി നടത്തിയിരുന്നത്. അപ്പൊ സുബിമെന്റിക്ക് ഫസ്റ്റിലുമുള്ള എന്തായാലും ചാൻസ് കൊടുത്തേ പറ്റൂ ഈ വട്ടം സ്പെയിൻ. നമുക്ക് നോക്കാം താരറിവും. ഇനി വേറെ മിഡ്ഫീൽഡേഴ്സിനെ കൂടി നമുക്ക് പരിചയപ്പെടാണ്ട്. പെട്രി, ഞാൻ പറയേണ്ട ആവശ്യമില്ല അധികം. ബാർസലോണയുടെ ഏറ്റവും മികച്ച വിശ്വസ്ത മിഡ്ഫീൽഡർ, ഹാൻസി ഫ്ലിക്കിന്റെ വലങ്കൈ, അങ്ങനെ വേണമെങ്കിൽ തന്നെ പറയണം. അപ്പോൾ താരത്തിന് എന്തായാലും ഫസ്റ്റിലുള്ള ആരൊക്കെ ഇതിൽ ഇറക്കുന്നതായിരിക്കും ഇനി കൺഫ്യൂഷൻ വരാൻ പോണത് ഉറപ്പാണ്. ലൂയിസ് കോച്ചിന് എന്തായാലും ട്രാപ്പ് ആവാനുള്ള മൈൻഡ് ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ് മിഡ്ഫീൽഡ്. ഇനിയിപ്പോൾ പെഡ്രിക്ക് സബായിട്ട് ഡാനി ഓൾമോ, ബാർസലോണയുടെ മറ്റൊരു താരം. എന്താ പറയാ, ഇവരൊക്കെ ഫസ്റ്റ് ലെവലിൽ അർഹതപ്പെട്ട കളിക്കാരാണ്. ഇതിൽ ആരൊക്കെ ഇറക്കുന്നത് നമുക്ക് നോക്കണം. ഇനിയുണ്ട് മിഡ്ഫീൽഡേഴ്സ്. അടുത്ത ആള് ഫാബിയൻ റൂയിസ്, PSG ചാമ്പ്യൻസ് ലീഗ് വിന്നിംഗ് ടീമിലെ അംഗം, അതുപോലെ ലീഗ് 1 കിരീടം നേടിയ ടീമിലെ മിഡ്ഫീൽഡർ, വിശ്വസ്തനായ മിഡ്ഫീൽഡർ. ഫാബിയൻ റൂയിസിനെയും ഫസ്റ്റ് ലെവലിൽ ഇറക്കാതിരിക്കാൻ ഹോപ്പില്ല. അത്ര മികച്ച കളിക്കാരനാണ്. പിന്നെ ഗവി, പുള്ളിത്തിരി പരിക്കിന്റെ പിടിയിലായിരുന്നു, പക്ഷെ പുള്ളിയുടെ ടാലന്റിലായിരിക്കും വിശ്വാസക്കുറവിലെ ബാർസലോണയിൽ താരത്തെ അതുകൊണ്ടാണ് നിലനിർത്തുന്നതെന്ന് നമുക്കറിയാം. അപ്പൊ താരവും കൂടി ഉണ്ട്. പിന്നെ അവസാനമായിട്ട് മിക്കേൽ മെറീനോ, അതും പറയേണ്ട ഒരു കിടിമോൻ തന്നെയാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ആർസനലിന്റെ മിഡ്ഫീൽഡറായിട്ട് ജോയിൻ ചെയ്തിട്ട് പുള്ളി ചില സമയത്ത് സ്ട്രൈക്കർ റോൾ വരെ ഏറ്റെടുക്കാറുണ്ട്. ആവശ്യമുള്ള സമയത്തൊക്കെ അർട്ടറ്റ സ്ട്രൈക്കറായിട്ടാണ് പുള്ളിയെ യൂസ് ചെയ്യുക. അങ്ങനെ ഒരു ടാലന്റഡ് കാലിബറുള്ള ഒരു പ്ലെയറാണ് മൈക്കൽ മെറീനോ. രണ്ട് മിഡ്ഫീൽഡ് പൊസിഷൻ മാത്രമല്ല, സ്ട്രൈക്കർ, നമ്പർ 9 സ്ട്രൈക്കറായിട്ടും പുള്ളി കളിക്കും. കുറെ ഗോളുകൾ ആർസനലിന് വേണ്ടി നേടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വട്ടം കോച്ച് ഇത്തിരി തല പുകയ്ക്കും. ഇതിൽ ഇപ്പൊ ഞാൻ പറയാം, 5-7 മിഡ്ഫീൽഡേഴ്സ് ഞാൻ ഇപ്പൊ പറഞ്ഞതിൽ 7 പേരും ഫസ്റ്റിലുള്ള അർഹതപ്പെട്ടവരാണ്. ഇതിൽ 3 പേരെ മാക്സിമം നമുക്ക് ഇറക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആരൊക്കെ ഇറക്കും നമുക്ക് നോക്കാം. അറിയില്ല, കോച്ചിന്റെ ഡിസിഷൻ ആയിരിക്കും. നമുക്ക് നോക്കാം ആരൊക്കെ വരുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ഫോർവേഡുകളാണ്. ആദ്യം ലെഫ്റ്റ് വിങ് നമുക്ക് നോക്കാം. ലെഫ്റ്റ് വിങ്ങിൽ നിക്കോ വില്യംസ്, അത്ലറ്റിക് ക്ലബിന്റെ മികച്ചൊരു ലെഫ്റ്റ് വിങ്ങറാണ്. ലാലിഗയിലെ സൂപ്പർ താരമാണ്. അത്ലറ്റിക് ക്ലബ്ബ് കഴിഞ്ഞ വർഷം കൊടുക്കുന്നൊക്കെ പറഞ്ഞ പ്ലെയറാണ്, പക്ഷെ അവർ വിട്ട് കളഞ്ഞില്ല, അത്ര സൂപ്പർ പ്ലെയറാണ്. അപ്പൊ താരാണ് ഫസ്റ്റ് 11 എന്തായാലും അവിടെ ലെഫ്റ്റ് വിങ്ങിൽ ഇറങ്ങാൻ പോണേ. താരത്തിന് സബായിട്ട് ഇനി അലക്സ് ബയാനി ഉണ്ട്, അതുപോലെ തന്നെ വിക്ടർ മുനോസ്. ഈ രണ്ടുപേരാണ്. ഇവരത്ര ഫേമസ് കളിക്കാരൊന്നുമല്ലെങ്കിൽ സ്പെയിൻ നാഷണൽ ടീമിന് വരുമ്പോൾ ഇവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കളിക്കാരാണ്. അപ്പൊ നമുക്ക് നോക്കാം. എന്തായാലും ഫസ്റ്റ് 11 നിക്കോ വില്യംസ് തന്നെയായിരിക്കും എന്നുള്ള കാര്യം കൺഫേം ആണ്. ഇനി റൈറ്റ് വിങ്, അവിടെയാണ് ലെമിൻ യമാൽ, യങ് സെൻസേഷണൽ ടാലന്റ്, ബാർസലയുടെ ഏറ്റവും മികച്ച ഈ സീസണിലെ പ്ലെയേഴ്സിൽ ഒരാൾ, അങ്ങനെ പറയണ്ട, എല്ലാവരും മികച്ച സീസണാണ് ഈ വട്ടം കാഴ്ചവെച്ചത്. കൂടുതലൊന്നും ഞാൻ ഈ പറയേണ്ട ആവശ്യമില്ല. യമാലിന് സബായിട്ട് യെറേമി പിനോ, പുള്ളി ഒട്ടും മോശക്കാരനല്ല, പക്ഷെ സബിന്റെ ആവശ്യമില്ല. യമാൽ എന്തായാലും 90 മിനിറ്റ്സ് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ഫിസിക്കൊക്കെ അടിപൊളിയായിട്ടുള്ള പ്ലെയറാണ്. അപ്പൊ യമാൽ കൺഫേം. അപ്പോൾ ലെഫ്റ്റ് വിങ്ങും റൈറ്റ് വിങ്ങും മികച്ച ഒരു ഡെപ്ത് തന്നെയാണ് സ്പാനിഷ് ടീമിനുള്ളത്. പക്ഷെ ലെഫ്റ്റ് വിങ്ങിലാണ് പിന്നെ ഇത്തിരിയെങ്കിലും നിക്കോ വില്യംസിനൊരു സബില്ലാതെ നമുക്ക് ഫീൽ ചെയ്തത്. അറിയില്ല, നോക്കാം അത് എങ്ങനെ റിക്കവർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇനി സ്ട്രൈക്കർ സോൺ നമ്പർ 9, അവിടെയാണ് സ്പെയിൻ എപ്പോഴും പ്രശ്നങ്ങൾ വരാറ്. കുറേ കൊല്ലം മൊറാട്ടയെ കൊണ്ട് നടന്നിട്ടുണ്ട് സ്പെയിൻ, അൽവാരോ മൊറാട്ടയെ. പക്ഷെ ഈ വട്ടം 3 താരങ്ങളുണ്ട്. ഒന്ന് ഒയർസബൽ, നമുക്കറിയാം ഒയർസബാൽ ഒരു മികച്ച ഫോർവേഡ് നമ്പർ 9 താരം. നല്ല ഫോമിലാണ് ലാലിഗയിൽ ഈ സീസണിൽ കളിക്കുന്നത്. എന്താ പറയുക, ഈ സീസണിലെ ടോപ്പ് സ്കോറർമാരിലെ ലിസ്റ്റ് എടുത്താൽ ഫസ്റ്റ് 5 തന്നെ ഒയർസബാൽ അവൈലബിൾ ആയിട്ടുണ്ട്, നമുക്കറിയാം. അപ്പോൾ അതുപോലെ സ്ട്രൈക്കർ ഉണ്ട്. അപ്പോൾ അവരാളിറക്കുമ്പോൾ നമുക്കറിയാം, പക്ഷെ കോച്ചിന്റെ വിശ്വസ്തനാണ് ആ താരം. അതുകൊണ്ട് തന്നെ കോച്ച് ഇറക്കാനുള്ള സാധനം റയൽ സോസിഡാദിന്റെ മിന്നും സ്ട്രൈക്കറാണ്. കോച്ച് മിക്കവാറും ഇറക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം. ഫസ്റ്റ് ലെവലിൽ പുള്ളിക്ക് തന്നെയായിരിക്കും സ്ട്രൈക്കിങ്ങും. പുള്ളിക്ക് സബായിട്ട് ഫെറാൻ ടോറസ്, ബാഴ്സലോണ. ഞാൻ അധികം ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഈ സീസണിൽ നല്ല രീതിയിൽ ഗോൾ അടിച്ച് കൂട്ടിയിട്ടുള്ള ഒരു പ്ലെയറാണ് ഫെറാൻ ടോറസ് ബാർസയ്ക്ക് വേണ്ടി. ഞാൻ അതിൽ കൂടുതലൊന്നും ഇനി നിങ്ങളായിട്ട് ആളെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇനി ഒരാളും കൂടി ഉണ്ട്, ബോർഹ ഇഗ്നേഷ്യസ്.
അവസാന താരം 26ാമത്തെ പ്ലെയർ. താരം കൂടി നമ്പർ 9 റോളിൽ അവൈലബിൾ ആയിട്ടുണ്ട്. താരം മികച്ച ഫോമിലൊന്നല്ല, പക്ഷേ ഈ രണ്ട് താരങ്ങൾ ഫെറാൻ ടോറസ്, ഒയർസിബാൽ പോലത്തെ രണ്ട് താരങ്ങൾ നിൽക്കുമ്പോൾ പിന്നെ മറ്റേ താരത്തിന് ഇറങ്ങേണ്ട ആവശ്യമില്ല. ഇവർക്ക് പരിക്ക് പറ്റിയാൽ മാത്രം ഒരു സബ്ബായിട്ട് ഇറങ്ങേണ്ട ഒരു ആവശ്യകത താരത്തിന് വരുന്നുള്ളൂ. അപ്പൊ എങ്ങനെ നോക്കിയാലും സ്പാനിഷ് നാഷണൽ ടീം ഈ വട്ടം ലോക കിരീടം, 2ാം കിരീടം വേൾഡ് കപ്പിൽ അവർ നേടുമെന്ന് ഉറപ്പിച്ചിട്ടുള്ള ഒരു വരവാണ് കോച്ചിന്റെയും സംഘവും. പക്ഷെ അപ്പോഴും ഞാൻ പറഞ്ഞു, റയൽ മാഡ്രിഡിന്റെ ഒരു പ്ലെയർ ഇല്ല എന്നത് ഒരു ഹെഡേക്കാണ് കോച്ചിന്. എന്ത് സംഭവിച്ചാലും അതായിരിക്കും. ജയിച്ചാൽ മാത്രമേ അത് മറികടക്കാൻ പറ്റുള്ളൂ. നോക്കാം സ്പാനിഷ് നാഷണൽ ടീം ഈ വേൾഡ് കപ്പിൽ എവിടെ വരെ പോവും. മിന്നിക്കുമോ അതോ അടിയിലേക്കാണോ മിന്നിക്കുക, നോക്കാം. എന്തായാലും വേൾഡ് കപ്പ് എത്താറായാലും ഫസ്റ്റ് പിന്നലത്തെ സന്നാഹ മത്സരത്തിൽ 1-1 സമനില വഴങ്ങി. പക്ഷെ അതിൽ മികച്ച ഒരു പിടി താരങ്ങൾ ഇറങ്ങിയിട്ടില്ല. ഞാൻ ഈ വായിച്ച ലിസ്റ്റിലെ ഫസ്റ്റ് ലെവലിൽ മിക്ക പ്ലേയേഴ്സും അതിൽ അവൈലബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഫസ്റ്റ് മത്സരത്തിന് സ്പെയിൻ്റെ എങ്ങനെയായിരിക്കും വേൾഡ് കപ്പിലെ പെർഫോമൻസ് എന്ന് നോക്കാം.